ആരാച്ചാറിൽ കെ.ആർ. മീര പറഞ്ഞു വെക്കുന്ന ഒരു വലിയ ഭാഗമുണ്ട്. പുരുഷന്റെ സ്നേഹവും സ്ത്രീയുടെ സ്നേഹവും രണ്ടാണെന്നാണ് ആരാച്ചാർ പഠിപ്പിക്കുന്നത്. ആഹ്ലാദിപ്പിക്കുന്നവളെ മാത്രമേ പുരുഷനെ സ്നേഹിക്കാൻ കഴിയൂന്നും സ്ത്രീക്ക് അവളെ വേദനിപ്പിക്കുന്നവനെയും സ്നേഹിക്കാൻ കഴിയുമെന്നൊക്കെയെന്ന് കെ.ആർ. മീര എഴുതിയപ്പോൾ കൈയടിച്ചവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. സ്ത്രീപക്ഷമായി മാത്രമാണ് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ടതെന്നും സ്ത്രീകൾക്കെതിരെ എന്ത് സംസാരിച്ചാലും അതിന്റെ മെറിറ്റുകൾ ഒന്നും നോക്കാതെ പൂർണ്ണമായും അതിനെ എതിർക്കണമെന്നും സ്ത്രീകൾ മാത്രമാണ് ശരിയെന്നും വിചാരിച്ചിരുന്ന സിംഗിൾ നെറേറ്റീവിൽ ഞാനും വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പിന്നീട് പല പ്രസ്താവനകളിലൂടെ കെ.ആർ. മീര ടോക്സിക് ഫെമിനിസം എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഫെമിനിസത്തെ തന്റെ രീതിയിലേക്ക് വക്രീകരിച്ച് ചിത്രീകരിക്കാൻ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് ഞാൻ പിന്നീട് പലയിടങ്ങളിലും കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ എഴുത്തുകാരി കെ.ആർ. മീര ഷാരോൺ രാജ് വധക്കേസ് മുൻനിർത്തി നടന്ന ഒരു പ്രസ്താവന ഉണ്ട്. ചില സമയത്തൊക്കെ കഷായം കൊടുക്കേണ്ടി വന്നാൽ പോലും സ്ത്രീക്ക് ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതായാൽ ചിലപ്പോൾ അവൾ കുറ്റവാളിയായി തീരും. ഈ കുറ്റകൃത്യങ്ങളിലേക്ക് അവളെ നയിക്കാതിരിക്കുക എന്നുള്ളത് ഇപ്പറഞ്ഞ എല്ലാം തികഞ്ഞ കാമുകന്റെ കടമയും കർത്തവ്യവുമാണ്. അത് ചെയ്യാതിരിക്കുമ്പോഴാണ് പ്രശ്നം എന്നായിരുന്നു കെ.ആർ. മീര വേദിയിൽ പറഞ്ഞത്. അടിസ്ഥാനപരമായി കെ.ആർ. മീര ചെയ്തത് ഷാരോൺ വധക്കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രീതിയിലാണ് കെ.ആർ. മീര സംസാരിക്കുന്നത്. ഷാരോണിനെ ഗ്രീഷ്മ കൊല്ലുന്നതിന്റെ സാഹചര്യം അത് ബന്ധത്തിൽ നിന്ന് ഇറങ്ങി പോകാൻ ഷാരോൺ ഗ്രീഷ്മയെ അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ട് ചില ഘട്ടങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് കഷായം കൊടുക്കേണ്ടി വരും എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. കെ.ആർ. മീരയുടെ സമീപത്തിരിക്കുന്ന വ്യക്തി പ്രശസ്തനായ മറ്റേതെങ്കിലും എഴുത്തുകാരനായിരിക്കും. എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ല. അദ്ദേഹം ഉൾപ്പെടെ വലിയൊരു ചിരി ചിരിച്ചുകൊണ്ടാണ് അതിനെ സ്വീകരിക്കുന്നത്. സദസ്സിൽ നിന്നും ആരും എതിർക്കുന്നതായി കണ്ടില്ല.